പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000 മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നീക്കുവാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ദൈവത്തിൻ്റെ ആകുക ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞ ആ ബന്ധം എന്ന് പറയണത് സ്വന്തമെന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം A to Z കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും. പിന്നെ നമ്മളെപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ദൈവമായിട്ട് എടുക്കും. അത്തരം പല ഉടമ്പടി പല അലപലാദികളായിട്ട് എടുക്കും. അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി, പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും. കാര്യം നിങ്ങൾക്കറിയാലോ, ഓരോ ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാകും. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നതിൻ്റെ കാര്യം. അതാണ് പണി കിട്ടണമല്ല, ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവർ രഹസ്യ ഉടമ്പടി, പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ ആൾക്കാരെടുക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷനായിട്ട് വരും. ഫലത്തിൽ സങ്കീർത്തനം 118:8-9. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നമുക്ക് ഉടമ്പടി, പരസ്യ ഉടമ്പടി വരുന്നത്. പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പലയായിട്ട് രഹസ്യ ഉടമ്പടി വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്ക് ഫലിക്കാതെ വരണത്. അത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവത്തെ എടുക്കുക, ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നോക്കും. IDS പഠിച്ചിരുന്നവർ, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെയുള്ള ആളുകൾ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഇരുന്നത്. കാരണം ഈവനിങ് ബസ്സിൽ പിള്ളേരായിട്ടുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പം ഞാനായിരുന്നു അവിടെ ഏറ്റവും അറിയത്തില്ലാത്തുള്ളത്. എനിക്ക് ശരിക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. എനിക്ക് അതിന് ഒട്ടും പറ്റത്തില്ല LDS. അതുപോലെ തന്നെ എനിക്ക് സ്പീക്കിംഗ് എൻ്റെ അനിയത്തിയായിരുന്നു കറക്ഷൻ ചെയ്തു. ഞാൻ അവൾക്ക് വോയിസ് അയച്ചു കൊടുക്കും, അവളത് കറക്ഷൻ ചെയ്തു തരുമായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിന് ഡേറ്റ് എടുത്ത് പറഞ്ഞ സമയത്ത് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അവൾ ഒരു കാരണവശാലും ജയിക്കില്ല, 99% അവൾ തോറ്റിരിക്കും. അത് അമ്മ അവളോട് പറയേണ്ട, അവളുടെ സെൽഫ് കോൺഫിഡൻസ് പോകും. പക്ഷേ അവൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മിറാക്കിളാന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച്, ഞാൻ എൻ്റെ പഠിക്കുന്ന എല്ലാ മെറ്റീരിയലിലും എപ്പോഴും ഉടമ്പടി കാശുരൂപം വെച്ച് ഓരോ തവണ തൈലം തൊട്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനിയനൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു, ഉപ്പെറിഞ്ഞ് കാര്യം സാധിക്കുന്ന ആളെന്നാണ്. കാരണം ഞാൻ എവിടെ പോയാലും ഉപ്പെറിയും. ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിക്കാത്ത ഞാൻ ഇത്രയും കാലത്തിനിടെ പോയ ഒരു സ്ഥലം പോലും കാണില്ല. ഓരോ കാര്യത്തിനും വേണ്ടി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഉപ്പ് വിതറി അവിടെ പ്രാർത്ഥിച്ചു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് UK സ്കോർ കിട്ടി. പക്ഷെ അത് വീട്ടിൽ എല്ലാവർക്കും അത്ഭുതമായിട്ട് തോന്നി. കാരണം എനിക്ക് ഒരിക്കലും കിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. പക്ഷെ സെക്കൻഡ് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ കാനഡ ആഗ്രഹിച്ച് എനിക്ക് അത് തന്നെ വേണം. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതി. സെക്കൻഡ് അറ്റംപ്റ്റ് വീണ്ടും റെഡിയായി. പക്ഷേ ആ ഫസ്റ്റ് അറ്റംപ്റ്റിന് എനിക്ക് പാസ്സാകാത്തതിന് ഒരു കാരണം ഉണ്ടായിരുന്നു.
ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു തുടങ്ങിയിട്ടില്ലായിരുന്നു, ഒന്നുപോലും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അറിയില്ലായിരുന്നു എന്നല്ല, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പൈസ, അതുകൊണ്ട് ഞാനൊരു ഓർഫണേജ് ഒക്കെ വിസിറ്റ് ചെയ്ത് അവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ട്. പക്ഷേ അന്ന് ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒരിക്കലും ആ സമയത്ത് വിളിക്കാത്തൊരു ഫ്രണ്ട്. എന്താ സംസാരിക്കാനാണെങ്കിൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അവർ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ച്, അത് ഉടമ്പടി എടുത്താണെന്നല്ല, പക്ഷെ ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അപ്പം ഒരു വരുമാനമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഉള്ളതിനകത്തുനിന്ന് 1000 രൂപയാണ്, അത് ഞങ്ങൾ കൊടുക്കും, ആ രീതി പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലും വന്നു, എനിക്ക് അത്രയും ഒരു ചെറിയ തുച്ഛമായ ഒരു ശമ്പളമുണ്ട്, അതിൽ നിന്ന് എനിക്ക് കൊടുക്കാമല്ലോ എന്ന്. പിന്നെ ആ രണ്ടാമത്തെ തവണയായപ്പോൾ ഞാൻ കാരുണ്യപ്രവൃത്തി ശക്തമാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പം ഞാൻ ഇപ്പോഴും എനിക്ക് റീഡിങ് ക്ലാസ്സിൽ എനിക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റ്, എല്ലാവർക്കും ഏതെങ്കിലും ഒരെണ്ണം കാണും, ഒരു മൊഡ്യൂൾ കാണും ഈസി, എനിക്ക് ഒന്നുമില്ല, 4 എനിക്ക് അറിയത്തില്ല, അതാണ് എൻ്റെ അവസ്ഥ, സ്പീക്കിംഗ് ഒട്ടും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഓരോ എക്സാമിൻ്റെ സമയത്തും എല്ലായിടത്തും കുറിച്ച് വരച്ച്, അതുപോലെ ഞാൻ ഇത് ആരും ഇങ്ങനെ ചെയ്തിട്ട് പോലും കാണില്ല, ചിലപ്പോൾ ചെയ്താൽ അത് വിഷയം വരെ ആവുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും ആൻസർ ഷീറ്റിൽ, IELTSൻ്റെ ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ പെൻസിൽ കൊണ്ട് ഞാൻ കൃപാസന അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് അത് മായ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് മായ്ച്ചിട്ടില്ല. ഞാൻ അങ്ങനെയാണ് പേപ്പർ സബ്മിറ്റ് ചെയ്തത്, അങ്ങനെ അത് ചെയ്തു പോയി. പക്ഷേ അങ്ങനെ ഞാൻ എൻ്റെ റീഡിങ്ങിന് എക്സാമിന് ഞങ്ങളുടെ ആ ഒരു സെക്ഷനിൽ നോക്കാൻ തിന്ന ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് എങ്ങനെ കഴിയും? കാരണം ലാസ്റ്റ് 20 മിനിറ്റ് നിൽക്കുമ്പോൾ ഫസ്റ്റ് 20 മിനിറ്റിൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും ഞാൻ അതിലൊന്നും പാസ്, കാരണം എനിക്കറിയില്ല ചെയ്യാൻ, സ്പീഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് വായിച്ച് എന്തൊക്കെയോ എഴുതി വിട്ടു. ലിസണിങ്ങും കേട്ടോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ എത്തുകയും നിന്നു, എനിക്ക് മീൻസ് എൻ്റെ ഇത് പോയി, അത് കറക്റ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, നമുക്കത് ബാക്കി അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല, ആ അവസ്ഥ വന്നു. അതും എനിക്കറിയില്ല, അങ്ങനെ ഓരോന്നും. ആ IELTSൻ്റെ റിസൾട്ട് ഞാൻ ഇവിടെ വന്നതെന്നാണ് നോക്കിയത്. ഞാൻ ഒരിക്കലും ഒരു പബ്ലിക് ആയിരുന്ന സ്ഥലത്തിരുന്ന് കരയില്ല. അതുപോലെ തന്നെ എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറ്. എവിടെയൊക്കെ പോയിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാ ഞാൻ ആദ്യമായിട്ട് അന്നേരം ഇവിടെ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം എനിക്ക് സെയിം റിസൾട്ടായിരുന്നു രണ്ടാമത്തെ തവണയും വന്നു. എന്നിട്ട് ഞാൻ ആ വാഷ്റൂമിൻ്റെ അവിടെ പോയി, ഞാൻ ഒരിക്കലും പബ്ലിക് ടോയ്ലറ്റിൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല, പക്ഷെ ഞാൻ അവിടെ പോയി വാവിട്ട് കരഞ്ഞു. എനിക്ക് ശരിക്കും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഫീലായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് ഈ സൈഡിലായിട്ട് ഇങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്നുള്ളത് എനിക്ക് എൻ്റെ കണ്ണിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെ തോന്നി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് വന്നു റിവാലുവേഷൻ കൊടുക്കാം. കാരണം എന്നെപ്പോലെ ഒരു കഴിവില്ലാത്ത ഒരാൾ, ഏജൻസി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല വീണ്ടും റിവാലുവേഷൻ കൊടുക്കാൻ. കാരണം എനിക്ക് കിട്ടാത്ത ഒരാൾ എന്തിനു കൊടുക്കുന്നു, വെറുതെ 10-13 രൂപ പോവുള്ളൂ. പക്ഷെ ഞാൻ മാതാവിനെ മാത്രം വിശ്വസിച്ച് റിവാലുവേഷൻ കൊടുത്തു. എനിക്ക് കാനഡ സ്കോർ തന്നു, ഒന്നും അറിയത്തില്ലാത്ത എനിക്ക് കാനഡ സ്കോർ തന്നു എന്നെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ഓഫർ ലെറ്റർ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് പോയിട്ട് ശേഷമാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അന്ന് എനിക്ക് കിട്ടിയ കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ഇല്ലായിരുന്നു. കാരണം അത് അവിടെ ഒരു ഭയങ്കര റൂറലായിട്ടുള്ള ഏരിയയിലുള്ള കോളേജായിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല. ഒന്നാമത് എനിക്ക് ഇതിൽ ഏറ്റവും അത്ഭുതമായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 27 ഉണ്ട് ഏജ്. മാത്രമല്ല ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണ്. എനിക്ക് PG ക്വാളിഫിക്കേഷൻ ഉള്ളതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു ഡിഗ്രിയും കൂടെ ഉണ്ട്. അങ്ങനെയെല്ലാം വന്നു കഴിയും. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയെല്ലാം വന്നു കഴിയുമ്പം ഭയങ്കരമായിട്ട് പോസിബിലിറ്റി കുറയും വിസ കിട്ടാനുള്ളതെന്ന് അവർ പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ആ വിസ എനിക്ക് 3 തവണ പടപടയെന്ന് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പം ഏജൻസി എന്നോട് പറഞ്ഞു, ഇത് നടക്കില്ല, ഇത് ക്രിസ്ത്യൻ ഇനി വെക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും നോക്കാന്നുള്ള അവരും മടുത്തു. അപ്പം ഞാനും ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചല്ലോ, മാതാവേ എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത്. പക്ഷെ ഞാൻ ഈ കാനഡ പ്ലാൻ വെച്ചപ്പോൾ തന്നെ കാനഡയുടെ ഒരു മാപ്പ്, അതുപോലെ തന്നെ ഞാൻ ഓരോ തവണ കൊടുക്കുന്ന SOP, എൻ്റെ ഓഫർ ലെറ്റർ, ഇതൊക്കെ ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ഓരോ തവണയും തൈലം തൊട്ട് കുരിശ് വരച്ചുകൊണ്ടിരുന്ന ആ പേപ്പറിൽ. അപ്പം ഞാൻ ആ കാനഡയുടെ മാപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജിന് വേണ്ട കാര്യങ്ങൾ എഴുതുമായിരുന്നു. പക്ഷേ എന്നിട്ട് എനിക്കിത് റിജക്ഷൻ വന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചില്ല, എങ്ങനെയാലും അവിടെ എത്തുകാതെ ചിന്തിച്ചുള്ളൂ. അപ്പോൾ ഈ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി UK യിലുണ്ട്, നീ എൻ്റെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എടുത്തോ, അഡ്മിഷൻ എടുത്തോ, പാർട്ട് ടൈം ജോലി പുള്ളി സെറ്റാക്കി തരും, അക്കോമഡേഷൻ പുള്ളിയുടെ കൂടെ വേണേൽ പുള്ളിയുടെ കൂടെ താമസിക്കാം, അല്ലെങ്കിൽ ഇത് വേറെ ഞാൻ റെഡിയാക്കി തരാം, എല്ലാ കാര്യങ്ങളും പൈസ വരെ പുള്ളി മുടക്കാം. എനിക്ക് അവിടെ അന്നേരം എല്ലാ മെറിറ്റും ഉള്ള രീതിയിൽ വന്നു. ജസ്റ്റ് വിസ മാത്രം എടുത്താൽ മതി. മാത്രമല്ല എനിക്ക് ഉറപ്പായിട്ടും UK എഴുതി പോകാൻ പറ്റും. കാരണം
എൻ്റെ IELTS എനിക്ക് യു കെക്ക് പോകാൻ IELTSന്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ IELTS എഴുതാതെ പോകാൻ പറ്റും. ഇഷ്ടംപോലെ കോളേജിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് കോളേജ് ഏജൻസി തന്നെ അയച്ചു തന്നു, ക്രിസ്റ്റി കൺട്രി മാറ്റിക്കോളാൻ പറഞ്ഞു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാതാവേ, ഞാൻ നിന്നോട് ചോദിച്ചത് കാനഡയാണ്, കാനഡ എനിക്ക് കിട്ടി. ഞാൻ ഉടമ്പടിയിൽ വെച്ചതും അതാണ്. മനുഷ്യൻ പറയുന്ന കേട്ട് ഞാനത് മാറ്റില്ല. കാരണം ഉടമ്പടി, ഞാൻ ഒറ്റ വാക്കിൽ ഉടമ്പടിയെ പറയും, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ്. പിന്നെ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവെ, ഉടമ്പടി വർക്കൗട്ട് ആകണമെങ്കിൽ എനിക്ക് കാനഡ തന്നെ കിട്ടണം, ഞാൻ അതാണ് നിന്നോട് ചോദിച്ചത്, അതെനിക്ക് മതിയെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് എനിക്ക് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഒരു ഓപ്ഷനും കൂടെ തരണം കാനഡയ്ക്കുള്ളത്. അവരവസാനം സെർച്ച് ചെയ്തൊരു കോളേജ് തന്നു. അതും തീരെ ഓപ്ഷൻ കുറവായിരുന്നു എനിക്ക് കാനഡയുടെ കേസിൽ. പക്ഷേ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒട്ടും ക്രിസ്റ്റിയോട് പറയില്ല ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി, കാരണം കിട്ടില്ല, വെറുതെ കൺട്രി മാറ്റി നോക്കുക, വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് നോക്കോ, കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ റിസ്കിൽ, അത് ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ മാതാവിൻ്റെ റിസ്കിലായിരുന്നു അത് ചെയ്തിരുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. എന്നെ അന്നേരം എല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു വേണ്ട വേണ്ട. അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. എനിക്ക് ഓഫർ ലെറ്റർ ഭയങ്കരമായിട്ട് ഡിലേ ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി കുറച്ച് ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടുന്നത്, അതും അവസാന നിമിഷം. പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവസാന നിമിഷങ്ങളിലായിരുന്നു കിട്ടിയിരുന്നത്. അതുപോലെ എനിക്ക് ട്യൂഷൻ ഫീസ്, എനിക്ക് ലോൺ റെഡി ആവുന്നതിൻ്റെ ട്യൂഷൻ ഫീസിന് വേണ്ടി ഒറ്റ രൂപയ്ക്ക് വേണ്ടി പോലും എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എൻ്റെ അമ്മയുടെ കസിൻ ചേട്ടന്മാർ, സഹോദരങ്ങൾ, അവരുടെ മക്കൾ, അവർ എനിക്ക് ഒരു ചേട്ടൻ തന്നെ ഉണ്ട് എനിക്ക് 10 ലക്ഷം രൂപയോളം തന്നത്. 10 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം ഗോൾഡ്, അങ്ങനെ എല്ലാം ഇഷ്ടം പോലെയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. എൻ്റെ എല്ലാ ട്യൂഷൻ ഫീസ് എനിക്ക് കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റി. പക്ഷേ ലാസ്റ്റ് അപ്പോഴത്തേക്കും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് റെഡിയായി. അത് കഴിഞ്ഞ് ട്യൂഷൻ ഫീസ് എല്ലാം കറക്റ്റ് പേയ്മെൻറ്റ് നടത്താൻ പറ്റി. പിന്നെ ബാങ്കിൽ പോകുമ്പോഴും ലോണിൻ്റെ സെപ്പറേറ്റ് റാസ്ബാക്ക് ഉണ്ട്. അവിടെ പോകുമ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും, ഞാൻ അവിടെ ചെന്നു ഉടമ്പടി തൈലം, അവരുടെ ഫ്രണ്ട് ഡോറിൽ തന്നെ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചകത്ത് കയറി അവിടെ ഉപ്പ് വിതറിയിട്ട് ഞാൻ ഏത് ബാങ്കിൽ ലോണിൻ്റെ സെക്ഷനിൽ എവിടെ പോയാലും, ഞാൻ ട്രിവാൻഡ്രത്ത് കിംസിൽ പോയപ്പം മെഡിക്കലിന് വേണ്ടി, പിന്നെ ഡൽഹിയിൽ VFS പോയപ്പോൾ അവിടെ എല്ലാം എൻ്റെ കയ്യിലുള്ള പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇത് പുറത്തെടുക്കരുത്, അവർ വല്ല മയക്കുമരുന്ന് വയസ്സും നിനക്കിട്ട് വെടിവെക്കുമെന്ന് വരെ പറഞ്ഞു. കാരണം ഡൽഹി VFSൽ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. കാരണം ഞാൻ എല്ലായിടത്തും എനിക്കത് ചെയ്താലേ സമാധാനമുള്ളൂ. ഞാൻ ചെയ്തതൊക്കെ എനിക്ക് സാധിച്ചു തന്നു മാതാവ്. അപ്പം ഞാൻ അങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നത്. അതിനുശേഷം എനിക്ക് അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. അതിന് പിന്നെ ഉണ്ടായിരുന്ന എൻ്റെ 2-3 സർട്ടിഫിക്കറ്റിലായിരുന്നു ഇഷ്യൂ. ഒന്ന് എൻക്വയറി സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് ഒരിക്കലും ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയുണ്ട്. അതിനകത്ത് ഒരു എൻക്വയറി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റാതെ പോയി. ലാസ്റ്റ് മിനിറ്റിലാണ് ബാങ്കുകാർ ഇത് പറയുന്നത്, നമ്മൾ അറിയുന്നു നമ്മുടെ സൈഡിൽ മിസ്റ്റേക്ക് പറ്റി. ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ ഞങ്ങളുടെ ഒരു അഡ്വക്കേറ്റിൻ്റെ പേര് മനസ്സിൽ വന്നു. ആ മനുഷ്യൻ്റെ ഓഫീസ്, ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു, ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലെല്ലാം ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പെല്ലാം വിതറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ മനുഷ്യൻ്റെ മുഖം അമ്മ എന്നോട് പറഞ്ഞു, ആ സാറിനോട് നീ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ സാറിനോട് ചോദിച്ചു. സാറ് പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അക്ഷയയിൽ ചെന്ന് ഇതിന് അപ്ലൈ ചെയ്തു. അക്ഷയക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും ഇത് നാളെ കിട്ടില്ല. ഏത് മനുഷ്യനും, അതായത് ഞങ്ങളോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, മെമ്പർ സിറിൽ വിചാരിച്ചിട്ട്, ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മെമ്പർ സിറിൽ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്, അവർക്ക് അവർ ഹോൾഡും ഉണ്ട്, എന്നിട്ട് നടക്കാത്ത കാര്യമാണ്, തനിക്കിത് ഒരിക്കലും കിട്ടില്ല എന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് ഒരിടത്തും ആരും റെക്കമെൻഡ് ചെയ്യാനില്ലായിരുന്നു, എല്ലായിടത്തും മാതാവ് മാത്രം. അത് മാതാവ് നേരെ ടോപ്പിക്സ് എന്നായിരുന്നു എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരുന്നത്. അത് 100 അനുഭവങ്ങളുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അമ്മയാണ് ചെന്ന്, എനിക്കൊന്ന് ഓഫീസുള്ളത് കൊണ്ട് അമ്മ ചെന്നു. ആ വ്യക്തി അപ്പം തന്നെ അത് റെഡിയാക്കി തന്നു. പക്ഷേ പ്രിൻ്റ് ഔട്ട് എടുക്കുക അങ്ങനെ എന്തോ ഇഷ്യൂ വന്നു പോയി സിസ്റ്റത്തിൻ്റെ. പിറ്റേ ദിവസം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. ആർക്കും തന്നെ മാത്രമല്ല, സാധാരണ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ കിട്ടിയാൽ തന്നെ ഇരട്ടി ഫീസ് അടയ്ക്കാതെ കിട്ടുവേലെന്ന് അവർ പറഞ്ഞാൽ 5 പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ ഫീസ് കിട്ടില്ല. അഡ്വക്കേറ്റ് പോലും അന്താളിച്ചതിനോട് ചോദിച്ചാൽ അവർ പൈസ മേടിച്ചില്ലെന്ന്. അതും എനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ ഒരു ലോണിന് വേണ്ടി ഒരു ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിച്ചോ അവർ തരേണ്ടതായിരുന്നു. അത് ഞങ്ങളുടെ ഫസ്റ്റ് കസിൻസിൻ്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങളോട് ഉള്ള വെറുപ്പ് കാരണം ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത്,
നിങ്ങൾ രക്ഷപ്പെടണ്ട എന്നാണ്. ഇതാ വിദേശത്ത് പോകാൻ കാര്യം നമ്മൾ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയി. അന്നേരം പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടണ്ട എന്ന്. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. തൈലോ ഉപ്പും വിതറി, ഞാൻ എന്താവശ്യം വന്നാലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പേപ്പർ പ്രിന്റ് ഔട്ട് എടുക്കും, അതിൽ ഉപ്പ് വിതറും, തൈലം തൊട്ട് കുറിച്ച് വരയ്ക്കും. എൻ്റെ മൊബൈൽ സ്ക്രീന്, ലാപ്ടോപ്പ്, എൻ്റെ ലാപ്ടോപ്പ് കണ്ടിട്ട് അനിയൻ എന്നോട് ചോദിക്കാറത് എന്താണ് എണ്ണപ്പാടമെന്ന്. കാരണം ഫുൾ ടൈം ഞാൻ കുരിശ് വരച്ചാണ് പ്രാർത്ഥിക്കുന്നതല്ലോ. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം അഡ്വക്കേറ്റ് അടിച്ചിരുന്നു. അതും ഓൾറെഡി എൻ്റെ കയ്യിലിരുന്ന ഒരു പേപ്പർ SBI മാനേജർ കണ്ടിട്ട് ഒരു ആവശ്യമില്ല, ഇത് യൂസ്ലെസ് എന്ന് പറഞ്ഞതാണ്. ആ പേപ്പർ ഞാൻ എങ്ങനെ അഡ്വക്കേറ്റ് എടുത്ത് വർത്താനം പറയുമ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, വേറെന്തോ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്ത് കൊടുത്തപ്പോൾ ചോദിച്ചാൽ ഇങ്ങനത്തെ പഴയ എന്തെല്ലാം മുതൽ കയ്യിലിരിപ്പുണ്ടെന്ന് ചോദിച്ചു. അതുപോലെ ഇവരുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് ഇട്ടാൽ ഒരുപാട് റെക്കമെൻഡേഷൻ ചെയ്യാനെല്ലാം പറയും, പക്ഷെ ഒന്നും നടക്കില്ല, അവർ തരില്ലത്. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒരു പേപ്പറും കൂടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ആ മനുഷ്യന് തരം നീട്ടി. പുള്ളി എന്നോട് പറഞ്ഞു ക്രിസ്റ്റി ലക്കി എന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം ഞാൻ ആദ്യമായിട്ടൊരാണ് അന്യമറസ്റ്റൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ കൊന്തയും കാശ് രൂപം കൂടെ ഒരുമിച്ച് ഞാൻ ആ കൊന്ത ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു മാതാവ് രക്ഷിച്ചു എന്ന്. ഞാൻ മറ്റു മറസ്റ്ററുടെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ സ്വകാര്യത, അവരുടേതെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു. ആ നിമിഷം അതും അത് കണ്ടാൽ ഇന്നേ വരെ ഒരു മനുഷ്യനും ബാങ്കുകാർ ഇത് മതി, ഇത് വെച്ച് നമുക്ക് ശരിക്കും ഇത് അതല്ല ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ല, പക്ഷേ ഇത് മതി എന്ന് അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു. പക്ഷേ